ഈ ദുരന്തരം ഇറങ്ങിയപ്പോ അതിന് ചുവടുവെച്ചിട്ടുള്ള കുറച്ചധികം ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ചില പഠനങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ദാറ്റ് ഇപ്പോ ദുരന്തരം കൂടി വരുമ്പോ ആളുകൾക്ക് കുറച്ചുകൂടി അവര് ലെജിറ്റിമേറ്റ് ആയിട്ട് കുറച്ചുകൂടി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ദൃഢത വന്നു. കുറച്ചുകൂടി സത്യങ്ങൾ തന്നെയാണത്. ആണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പൊ കാണ്ഡഹാറിന്റെ പ്ലെയിൻ ഹൈജാക്ക് അന്നത്തെ ഗവൺമെന്റിന്റെ പിഴവ് കൊണ്ടാണെന്നും ഇന്നത്തെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നുണ്ടെന്നും അന്നത്തെ ഗവൺമെന്റ് ഒരുപാട് പേരെ തീവ്രവാദികളെ വിട്ടുകൊടുത്തെന്നും ഇന്നത്തെ ഗവൺമെന്റ് ആ തീവ്രവാദികളെയൊക്കെ കൊല്ലുകയാണെന്നും അന്നത്തെ ഗവൺമെന്റ് മോശം, ഇന്നത്തെ ഗവൺമെന്റ് നല്ലത്, അന്നത്തെ ഗവൺമെന്റ് ദുർബലർ, ഇന്നത്തെ ഗവൺമെന്റ് ശക്തിയുള്ളവർ. ചെയ്യാതിരിക്കത്തേയില്ലെന്ന് ഞാൻ ഈ പറയുന്നത്. അത് പ്രകടമാകുന്നതുകൊണ്ടാണ് നിങ്ങൾ കണ്ടുപോകുന്നത്. പക്ഷെ ഓവർഡു ആയിപ്പോയി. അല്ല, അത് പ്രകടമായി കാണുന്ന, നിങ്ങൾ പ്രകടമായി പറയാനായിട്ട് കാണുന്ന തരത്തിൽ അവർ ചെയ്യുന്നതിൽ അതിന് പോലും ഉളുപ്പില്ലാതായി മാറി എന്നുള്ളതാണ്. അത് നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ രാമായണ മഹാഭാരതം കാണിച്ചിട്ടാണ് ഈ BJP ഉണ്ടായെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അത് അങ്ങനെ തന്നെ മനസ്സിലായാൽ മതി. സീരിയലിലെ കാര്യമല്ലേ പറയുന്നത്? സീരിയൽ തന്നെ വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കളെ ഉണ്ടാക്കിയ സാധനമാണത്. അല്ല, അത് വെറും കഥയല്ലല്ലോ. വിളക്കൊക്കെ കത്തിച്ചിട്ടല്ലേ സ്ത്രീകൾ പോയി അതിന് മുന്നേ ഇരുന്നിട്ടുള്ളത്. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. സ്വാധീനിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവർ ഈ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഈ പറയുന്ന സാധനം വളരെ ഒരു ശുദ്ധ അസംബന്ധമാണ്.